ഹായ്, അപ്പോൾ അച്ചാച്ചൻ്റെ ബർത്ത്ഡേക്ക് ചെറുതുകളെല്ലാം റെഡൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. പിള്ളേരൊക്കെ പരാതിയായിരുന്നു കേട്ടോ, ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും റെഡൊക്കെ ഇട്ടേണ്ട് വന്നേനേലോ എന്നൊക്കെ. പക്ഷെ ഞാൻ ആ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ തിരക്കിൽ പിള്ളേരോടൊന്നും പറയാൻ മറന്നുപോയതാണ്. കേക്ക് വാങ്ങിച്ചത് ജഗനാണ് കേട്ടോ, നല്ല അടിപൊളി കേക്കായിരുന്നേ. 2 ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു മെനു ആയിരുന്നേ, പീറ്റ്സ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും അതെല്ലാം കൂടെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇഹാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷമാട്ടോ ഇഹാൻ ഇത്രയും ഫ്രണ്ട്സ്. ബാക്കി ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഫ്രണ്ട്സൊന്നും അധികം, ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളായിരുന്നു. അപ്പം നാട്ടിലുമാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടും ഉള്ളത്. അപ്പം ഇഹാന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഫ്രണ്ട്സ് എല്ലാവരും ചുറ്റും നിന്നപ്പോൾ അവനും ഹാപ്പി ആയിരുന്നേ. അങ്ങനെ പിന്നെ പിള്ളേർ ഗ്യാങ്ങിനെല്ലാം ഫുഡൊക്കെ കഴിച്ച് അവർ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കാര്യം അവരുടെ ഫേവറേറ്റ് മെനു ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇഹാൻ കരുതി വെച്ചിരുന്ന റിട്ടേൺ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തേ. അപ്പോൾ അവനും ഹാപ്പി. അങ്ങനെ അവനെല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു. നാളെ സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇഹാൻ്റെ സമയമായി കേട്ടോ. ഞാൻ അവന് വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമായി. അവനിപ്പോഴാണ് കേട്ടോ ഞാൻ കവർ ചെയ്ത് വെച്ചതൊക്കെ കാണുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അപ്പാപ്പൻ്റെ അമ്മാമ്മേൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അമ്മയായിക്കും ചെറുതിനുമൊക്കെ സങ്കടമാകണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കും ഞാനൊരു ഓരോ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇഹാന് വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് അവനെല്ലാം അൺറാപ്പ് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫുഡ് മെനുവേ. പിന്നെ കുറേ നേരം ജഗൻ ഇഹാനുമായിട്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇഹാനെ നോക്കി കുറേ നേരം ഇരുന്ന് കരഞ്ഞേ. കാര്യം അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഇത്രയും ഡീപ്പാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ അവരും പോയി. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.